നമസ്കാരം. സ്വർണത്തിനായുള്ള ഇന്ത്യൻ ആവശ്യകത ആഗോളതലത്തിൽ ബുള്ളിയൻ വിപണിയിലെ പ്രബലമായ ശക്തികളിൽ ഒന്നായി തുടരുകയാണ്. കാരണം ഉപഭോക്താക്കൾ ആഭരണങ്ങൾ വാങ്ങുന്നതിലും നാണയങ്ങളിലും ബാറുകളിലും നിക്ഷേപം നടത്തുന്നതിലും വർധനവ് കാണുന്നുവെന്നാണ് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജൂവലേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ആക്സ്പെക്ട് ഗ്ലോബൽ വെഞ്ചേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണുമായ അക്ഷയ് കാബേജ് പറയുന്നത്. ഭൗതിക സ്വർണത്തിനായുള്ള ഈ ശക്തമായ ആഗ്രഹം വിലകളെ പിന്തുണയ്ക്കുകയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളിലേക്ക് കിഴിവുകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സീസൺ ഉത്സവങ്ങൾ, അതോടൊപ്പം തന്നെ വിവാഹങ്ങൾ, മെച്ചപ്പെട്ട ലിക്വിഡിറ്റി എന്നിവ 2025 അവസാനത്തോടെ ഇറക്കുമതി ഉയർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വർണത്തിനും വെള്ളിക്കും ഘടനാപരമായി പിന്തുണയുണ്ട്. എന്നിരുന്നാലും US ഡേറ്റയും ഫെഡ് സിഗ്നലുകളും അനുസരിച്ച് അവയുടെ വിലയിലെ ചാഞ്ചാട്ടം തുടരുകയാണ്. 2025 നവംബർ പ്രകാരം സ്വർണത്തിനും വെള്ളിക്കും പ്രതീക്ഷകൾ ജാഗ്രതയോടെയാണ് തുടരുന്നത്. നിക്ഷേപകരുടെ ഒഴുക്കും കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള ഡിമാൻഡും അത് പിന്തുണയ്ക്കുന്ന ഭൗമരാഷ്ട്രീയ അപകട സാധ്യതയ്ക്കും നിരന്തരമായ പണപ്പെരുപ്പ് അത് പ്രതീക്ഷിക്കുന്ന എതിരാളികളെ ഒരു പ്രധാന സംരംഭമായി സ്വർണം ഇപ്പോഴും തുടരുകയാണ്. യഥാർത്ഥ നിരക്കുകൾ, കറൻസി ചാഞ്ചാട്ടം, ഭൗമരാഷ്ട്രീയ അപകട സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അത് സംരക്ഷിക്കാനുള്ള കഴിവ് സ്വർണത്തിന് ഉണ്ടായിരുന്നതിനാൽ 2025 പോർട്ട്ഫോളിയോകളിലെ കേന്ദ്ര നിക്ഷേപമായിരുന്നു സ്വർണമെന്ന് അവർ പറയുന്നുണ്ട്. വലിയ ETF വാങ്ങലുകളിൽ നിന്നും വരുമാനം വർദ്ധിപ്പിച്ച സെൻട്രൽ ബാങ്ക് വാങ്ങലുകളിൽ നിന്നുമാണ് സ്വർണത്തിൽ നിക്ഷേപകരുടെ ഒഴുക്ക് ഉണ്ടായത്. അതേസമയം ഇക്വിറ്റികൾ അത് കൂടുതൽ സാധാരണ ഭ്രമത്തെയും മാക്രോ ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സമ്പത്ത് മാനേജർമാരും തന്ത്രപരമായ കരുത്ത് ധനമായും അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോ പിന്തുണയായും സ്വർണത്തിലേക്ക് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡിമാൻഡ് വർദ്ധിപ്പിച്ചും അതേസമയം വർഷം മുഴുവൻ സ്വർണത്തെ ഒരു പ്രാഥമിക പ്രതിരോധ ആസ്തിയായി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിക്ക് ഈ വർഷം വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. റാലികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് വെള്ളിയുടെ ഉയർന്ന ബീറ്റയാണ്. വ്യവസായിക ആവശ്യം വർദ്ധിക്കുന്നതനുസരിച്ച് വെള്ളിയുടെ ആക്കം ശക്തമാണ്. കൂടാതെ ETF ഒഴുക്കുകൾ വിതരണ അടിസ്ഥാനങ്ങളെ കർശനമാക്കിയിട്ടുണ്ട്. നിക്ഷേപകർ ഹ്രസ്വകാല ETF നീക്കങ്ങളെ ദീർഘകാല ഭൗതിക വിഹിതവുമായി സന്തുലിതമാക്കണം. 2026 സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആക്കം, ഫെഡ് നയ വ്യക്തത, അതായത് യഥാർത്ഥ നിരക്കുകൾ, അതോടൊപ്പം തന്നെ അതിനെ വിതരണം ആക്കുന്ന രീതികളും അത് ചലനാത്മക എന്നിവയെ ആശ്രയിക്കുന്നു എന്നാണ് IBJM വൈസ് പ്രസിഡന്റ് പറയുന്നത്. ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകൾ അനിവാര്യമായിരിക്കും. എന്നിരുന്നാലും അടിസ്ഥാനപരമായി രണ്ടും 2026 വരെ നേട്ട സാധ്യത നിലനിർത്തുമെന്നാണ് തോന്നുന്നത്. സ്വർണം ഒരു പ്രതിരോധ നങ്കുരമായും വെള്ളി വ്യവസായിക ആവശ്യകതയുമായും ബന്ധപ്പെട്ട ശക്തമായ ഒരു നേട്ടം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.